ബിജെപിയിൽ ചേർന്ന ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെതിരെ നടപടി. നിലവിലെ എല്ലാ ചുമതലകളിൽ നിന്നും ഫാദർ ഷൈജു കുര്യനെ നീക്കി. ഷൈജു കുര്യനെതിരായ പരാതികൾ അന്വേഷിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. സുജു ടി ബാബുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജു, വ്യാപക വിമർശനമായിരുന്നു ഫാദർ ഷൈജു കുര്യനെതിരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? കീർത്തി, ഫാദർ ഷൈജു കുര്യനെ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഫാദർ ഷൈജു കുര്യൻ വഹിച്ചിരുന്ന എല്ലാ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണ്. സഭയിൽ അദ്ദേഹത്തിന് പല പരാതികളും ലഭിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് നിലയ്ക്കൽ ഭദ്രാസന PRO അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഈ BJPയിൽ ചേർന്നപ്പോൾ തന്നെ വലിയ വിമർശനം ഉയരുകയും ഭദ്രാസന ആസ്ഥാനത്തിന് മുമ്പിൽ വിശ്വാസികൾ പ്രതിഷേധമായി എത്തുകയും ചെയ്തു. വൈദ്യുതടക്കമുള്ള ആളുകളാണ് ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നത്. സഭയുടെ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ട് BJP അംഗത്വം സ്വീകരിച്ചതിനെയാണ് വലിയ തോതിൽ സഭയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നത്. ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ വലിയ തോതിൽ ആളുകൾ സഭ വ്യത്യാസമില്ലാതെയും ഈ ഷൈജു കുര്യന്റെ നടപടിയെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ച് മണിപ്പൂരിൽ മതന്യൂനപക്ഷങ്ങളൊക്കെ വലിയ പീഡനമേൽക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ ഒരു ക്രൈസ്തവ പുരോഹിതൻ BJP ചേർന്നതിനെയാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ മറ്റു ചില പരാതികളുണ്ട് ഈ പ്രതിഷേധിച്ച വിശ്വാസികൾ പറയുന്നത്. അത്തരം പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടി ഉടൻ തന്നെ നേരിടാൻ സാധ്യതയുള്ള വൈദികൻ കൂടിയാണ് എന്നാണ് അന്ന് വിശ്വാസികൾ ആരോപിച്ചത്. എന്നാലും അദ്ദേഹത്തിന് പരാതി ലഭിച്ചിരുമെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് സഭ വിശദീകരിക്കുന്നത്. ഇതിൽ BJP ചേർന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ നിശ്ചയമില്ല. കീർത്തി, ശരി, സുജു ആണ് വിവരങ്ങൾ നൽകിയത്.